വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തർക്കം പരിഹരിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ ആളെ CI മർദ്ദിച്ചതായി പരാതി. ഇടുക്കി അടിമാലി SHO CV ലൈജുമോനെതിരെയാണ് പരാതി. അടിമാലി സ്വദേശി PR അനിൽകുമാറാണ് മർദ്ദനമേറ്റത്. അനിൽകുമാർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ അനിൽകുമാർ പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായി ബഹളമുണ്ടാക്കിയെന്നും ഇത് ചോദ്യം ചെയ്തെന്നുമാണ് CIയുടെ വിശദീകരണം. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. വേറെ SI വന്ന് പറഞ്ഞു തീർത്ത പ്രശ്നമായിരുന്നു. പറഞ്ഞു തീർത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ സർക്കിള് വന്ന് ഞാൻ അറിഞ്ഞില്ല. സംസാരിച്ച് കഴിഞ്ഞ് വണ്ടി പുറകിൽ നിന്ന് തട്ടിയ ആൾ വന്നിട്ട് ഞാൻ തല്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നീ നുണ പറയരുതെന്ന് പറഞ്ഞു. നുണ പറയരുത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറയുന്നത് ഇവിടെ വന്ന് തീർക്കാൻ നീ ആയിരുന്നാ പറഞ്ഞിട്ട് തല്ലി, രണ്ട് സൈഡിൽ തല്ലി, ഷർട്ടൊക്കെ വലിച്ചു കയറി, കണ്ണട ധരിച്ചു പോയി. ആ പുള്ളി യൂണിഫോം അല്ലായിരുന്നു മൊത്തത്തിൽ ഓടി വരികയത്, പെട്ടെന്ന് വരികയത്. മറ്റവനെ വിളിച്ച് പറഞ്ഞിട്ട് വന്നത് മറ്റേ അവിടെ ഒരു ഈ വണ്ടി പുറകിൽ നിന്ന് തട്ടിയ ആൾ വന്ന് ഇടിക്കുകയത്. അല്ല, മറ്റേ ആൾ വിളിച്ച് പറഞ്ഞിട്ട് വന്നത്, ഓടി വന്നതായിരുന്നു. അവനെന്തോ ഉദ്യോഗസ്ഥനായിരുന്നു. അവൻ്റെ ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഈ പുള്ളിയെ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ വന്ന് പ്രകോപനമായിട്ട് ഓടി നിന്ന് പുള്ളി തല്ലിയത്. സുബിൻ, CI മർദ്ദിച്ചെന്നാണ് പരാതി. ഇടുക്കി അടിമാലി SHO CV ലൈജുമോനെതിരെയാണ് പരാതി. എങ്ങനെയാണ് ഈ സംഭവം? എന്തൊക്കെയാണ് വിശദീകരിക്കുന്നത്? രാവിലെയാണ് അടിമാലി കല്ലാർകുട്ടിക്ക് സമീപത്ത് വെച്ച് അനിൽകുമാറും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ മറ്റൊരു വാഹനം വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് തന്നെ തർക്കം ഉടലെടുക്കുകയായിരുന്നു. ഈ തർക്കമാണ് പിന്നീട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അനിൽകുമാറും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്, അതായത് പിന്നിലെടുത്ത വാഹനത്തിലെ ആളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ SHO കയറി വരികയായിരുന്നു. ഇതിനുശേഷം വിവരം തിരക്കുകയും കാരണങ്ങൾ ഏതും കൂടാതെ കയർക്കുകയുമായിരുന്നു എന്നുള്ളതാണ് അനിൽകുമാർ പറയുന്നത്. SHO ലൈജുമോൻ കയർത്ത് സംസാരിച്ച ശേഷം ഇരു കാരണത്തിലും മാറി അടിക്കുകയായിരുന്നു. വലിയ രീതിയിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് അനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും അനിൽകുമാർ പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ SHO അടിച്ചതിന് പിന്നാലെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അനിൽകുമാർ ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ ഈ മർദ്ദനാരോപണം ലൈജുമോൻ CV, അതായത് SHO നിഷേധിക്കുകയാണ്. ഈ അനാവശ്യമായി സ്റ്റേഷനുള്ളിൽ ഈ അനിൽകുമാർ ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്, മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ലൈജുമോൻ നൽകുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ പരാതി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും DGP ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകും. അതോടൊപ്പം തന്നെ ഈ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്നും അനിൽകുമാർ വാദിക്കുന്നുണ്ട്. മുമ്പ് പല കേസുകളിലും ഈ CCTV ദൃശ്യങ്ങൾ നിർണായകമായ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ട നടപടികളും നിലവിൽ അനിൽകുമാർ ആരംഭിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തർക്കം പരിഹരിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ ആളെയാണ് CI മർദ്ദിച്ചതായി പരാതി ഉയരുന്നത്. ഇടുക്കി അടിമാലി SHO CV ലൈജുമോനെതിരെയാണ് പരാതി. അടിമാലി സ്വദേശി PR അനിൽകുമാറാണ് മർദ്ദനമേറ്റ്. ഇയാൾ ചികിത്സയിലാണ്. എന്നാൽ അനിൽകുമാർ പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായി ബഹളമുണ്ടാക്കിയെന്നും ഇത് ചോദ്യം ചെയ്തെന്നുമാണ് CI വിശദീകരിക്കുന്നത്. വിവരം നൽകുകയായിരുന്നു സുബിൻ തോമസ്.